ഉണ്ടോ? ഓക്കെ നിന്റെ ഇറച്ചിക്ക് സീറ്റാണെങ്കിൽ പ്രശ്നമാണ്. നല്ലൊരു പോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല 2 ഫോട്ടോ ഇട്ടിട്ടുണ്ട്. തേള് ദേഹത്ത് വെച്ചുകൊണ്ട് ലീഡ് നിൽക്കുന്നത് ജീവനുള്ള തേളുകളാണ് മൊത്തം കേട്ടോ. നമ്മുടെ ദേഹത്ത് അതുപോലെ വെച്ച് തരും. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ 3 രാജ്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാങ്കോക്കിലെ ഡോൺമർഗ് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് നേരെ പോകുന്നത് പട്ടയയിലേക്കാണ്. 3 രാജ്യ സന്ദർശനം എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കോക്ക്, അവിടുന്ന് നേരെ വിയറ്റ്നാമിൽ നേരെ മലേഷ്യ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ രാവിലെ 7 മണിക്കാണ് എയർപോർട്ടിൽ വന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഗ്രാബ് ആപ്പ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പട്ടയയിലേക്ക് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷട്ടിൽ ബസ്സുകൾ കിട്ടും, ട്രെയിനുകൾ കിട്ടും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പോകാം. ഞങ്ങളിപ്പോൾ 4 പേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാറിന് പോകുന്നതാണ് സൗകര്യം. അപ്പം നമ്മൾ നേരെ ഗ്രാബ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ റേറ്റ് കാണിക്കും. അപ്പം നമ്മുടെ വണ്ടി വരുന്നുണ്ട്. വണ്ടിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ബുക്ക് ചെയ്യുക 2 മിനിറ്റുള്ളിൽ വണ്ടി വരും. നമ്മൾ വണ്ടിയെ കയറി നേരെ പോകുന്നത് ഇനി പട്ടയയിലേക്കാണ്. നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്ററാണ് പട്ടയയ്ക്കുള്ളത്. ഉദ്ദേശം ഒരു 2 മണിക്കൂർ റണ്ണിങ് ടൈമുണ്ട്. ട്രാഫിക്കൊക്കെ ആണെങ്കിൽ 2.5-3 മണിക്കൂർ വരെ ആകാം. അപ്പം നമ്മളീ പോകുന്ന വെളുപ്പിനെ 7 മണിക്ക് എത്തിയാൽ നമ്മളൊരു 9 മണി 9:30 നമ്മൾ റൂമിൽ ചെല്ലും. പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് ചെക്കിംഗ് ടൈം അനുസരിച്ചിട്ട് നമുക്ക് 2 മണിക്കാണ് നമുക്ക് റൂം കിട്ടത്തുള്ളൂ. അപ്പോൾ അത്രയോ സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എയർലി ചെക്കിംഗ് എടുക്കണം, കൂടുതൽ പൈസ കൊടുക്കണം. അതല്ലാതെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പട്ടയയ്ക്കും ബാങ്കോക്കിനും ഇടയ്ക്ക് ഒരു ശ്രീരാജ ടൈഗർ സൂ ഉണ്ട്. അപ്പം നമുക്കവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സൗകര്യം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഫ്രഷപ്പ് ആകാം, ഡ്രസ്സ് മാറി ഫ്രഷപ്പായി അവിടെ കയറി പുലിയുടെ കൂടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് അങ്ങ് റൂമിലേക്ക് ഇല്ലുമ്പോൾ ഒരു 1:30 ആവും. നമ്മുടെ ചെക്കിംഗ് ടൈം ആവും. നമ്മളപ്പോൾ നേരെ ശ്രീരാജ സൂവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇവിടുന്ന് ഒരു ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ശ്രീരാജ സൂവിലെത്തും. പിന്നെ അവിടെ നിന്ന് നമുക്ക് കയറി ഫ്രഷപ്പൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റി പിന്നെ നമുക്കൊരു 1 മണിക്കൂർ വേണം ഇരുന്നുറങ്ങി നേരെ അങ്ങ് റൂമിലേക്ക് ചെല്ലാം. ഇതിപ്പോൾ ടൈഗർ ടോപ്പിയ നമ്മുടെ ശ്രീരാജ സൂവിൻ്റെ വാദത്തിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അകത്തോട്ട് കയറിയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ പട്ടയയിലെ ടൈഗർ സൂവിലാണ്. ഇനി പുലിയായിട്ടുള്ള മൽപ്പിടുത്തമാണ്, സിംഹമായിട്ടുള്ള മൽപ്പിടുത്തം. കൂടുതൽ കാഴ്ചകൾ നമുക്ക് അകത്തോട്ട് ചെന്നിട്ട് കാണാം. നമ്മുടെ മുഖമൊന്നും കാണിക്കാൻ പറ്റിയ അവസ്ഥയല്ല, യാത്ര ക്ഷീണമാണ്. ഇനിയിപ്പം നേരെ കയറി ഒന്ന് ഫ്രഷപ്പ് ആകുക, ടിക്കറ്റുകളൊക്കെ എടുത്തിട്ട് നമുക്ക് നേരെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇൻ്റർനാഷണൽ കുസിൻ എഴുതിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും എല്ലാ രാജ്യക്കാർക്കും ഉള്ള ഫുഡുണ്ട്. ഇത് ശരിക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. നമുക്ക് നേരെ എല്ലാം ഫ്രഷപ്പായി നമുക്ക് നേരെ അങ്ങോട്ട് കയറാം. നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് അതൊക്കെ തായ്ലൻഡിൻ്റെ ഒരു പ്രാചീന ഡ്രസ്സൊക്കെ ധരിച്ചൊരു പെൺകുട്ടിയുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, സലാഡുകളുണ്ട്, റൊട്ടിയുണ്ട്, സബ്ജിയുണ്ട്, ഉഴുന്നുവടയുണ്ട്, സാമ്പാർ, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഡാലുണ്ട്, പിന്നെ പൂരിയുണ്ട്, പിന്നെ ഇവരുടെ വേറൊരു റൈസും പിന്നെ കോഫിയും ബ്രെഡും. നമ്മളിപ്പോൾ 2 പൂരിയും കറി എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നല്ല രസമാണ്. ഇവിടെ നേരെ ഇരുന്ന് പുലികളെ കണ്ടുകൊണ്ടിരുന്ന് ഇതിൻ്റെ സൈഡിൽ, ഈ സൂവിൻ്റെ സൈഡിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കെ നമുക്ക് പുറത്തുള്ള കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ സുഖമായിട്ട് നേരെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി നേരെ ടൈഗർ ടോപ്പിയ ടിക്കറ്റുകൾ എടുക്കുക. ടിക്കറ്റ് എടുത്ത ശേഷം നമ്മളെ നേരെ ഒരു ബാറ്ററി വണ്ടിയുണ്ട് ഇവിടുത്തെ ഇതിൽ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുലിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, സിംഹത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. നിങ്ങളത് കൗണ്ടറിൽ നിന്ന് എടുക്കണം. നമുക്കൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. നമ്മൾ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും കിട്ടാത്ത ഒരു അനുഭവമാണ്. കാട്ടിൽ കൂടെ നടക്കുന്ന മൃഗങ്ങളുടെ കൂടെ നിൽക്കുക, അതും
കാട്ടിലെ രാജാവിൻ്റെ കൂടെ. അപ്പം നമ്മൾ വന്നിറങ്ങിയിട്ട് നേരെ നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ കാണുന്നത് ഈ കടുവയ്ക്ക് ഫീഡ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് ഒരു ഗണ്ണ് തരും നമ്മുടെ കയ്യിൽ. ആ ഗണ്ണ് ഇറച്ചി നിറച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, മുകളിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ കാണാം ഷൂട്ട് ആൻഡ് ഈറ്റ് എന്ന് എഴുതിയേക്കാം. ഷൂട്ട് ആൻഡ് ഈറ്റ്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ, നല്ല ഷൂട്ടിങ് ഫീഡ്. അപ്പോൾ നമുക്ക് നേരെ ഒരു ഗണ്ണ് തരും. ആ ഗണ്ണുകൊണ്ട് ആ മുകളിൽ കാണുന്ന ബോക്സിനകത്ത് ഇറച്ചിയാണ് അവർ ഫില്ല് ചെയ്തിരിക്കുന്നത്. വയനാട്ട് വെടി കൊള്ളുകയാണെങ്കിൽ ആ ഇറച്ചി നേരെ താഴെ വീഴും. അപ്പം താഴെ അതും കാത്ത് പുലികളിങ്ങനെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ, പുലികളിങ്ങനെ നടപ്പുണ്ട്. അപ്പം നമ്മളതിന് പ്രത്യേകം തായ്പാത്ത് കൊടുക്കണം. 200 തായ്പ, നമ്മുടെ 500 രൂപ കൊടുക്കണം അതിന്. എല്ലാവരും ചെയ്യണമെന്നില്ല, ചെയ്യുന്നത് നമുക്ക് കാണാം. കാരണം നമ്മുടെ പൈസ കൊടുത്തിട്ട് അവിടെ പുലിക്ക് തീറ്റ കൊടുക്കേണ്ട കാര്യമില്ല, അവർ കൊടുത്തോളും. നമുക്ക് എൻട്രൻസ് ടിക്കറ്റൊക്കെ വേറെ ഉള്ളതാണ്. അപ്പം നമുക്ക് കാണാം ആൾക്കാർ ഇവിടെ വെടിവെക്കുന്ന കാണാം. വെടിവെച്ച് നേരെ ആ ഇറച്ചി താഴെ വന്ന് വീഴുമ്പോൾ അതും കാത്താണ് താഴെ പുലികൾ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, അവർ പറഞ്ഞു തരും നമ്മളോട്, പുലിക്കെട്ട് വെടിവെക്കരുത്, നേരെ പാത്രം തൊട്ട് വെടിവെക്കുക, ഓപ്പണായിട്ട് ഇറച്ചി താഴെ വീഴും. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട ശേഷം നേരെ നമുക്കിനി നേരെ താഴോട്ടിറങ്ങാം. താഴോട്ടിറങ്ങി ഇവിടെ നേരെ നമ്മൾ പുലിയുടെ കൂട്ടിലോട്ട്, പുലിയെ സിംഹത്തിന് ഇട്ടിക്കുന്ന കൂട്ടിലോട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് കാണിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മളെ കാത്ത് അവിടെ 1-2 അതിഥികൾ നമ്മളെ കാത്ത് അവിടെ ഇരിപ്പുണ്ടേ. നിങ്ങൾ കയറി വാടാ, ശരിയാക്കി തരാമെന്നാണ് പറയുന്നത്. എല്ലാവരും നമ്മളെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ നേരെ ടിക്കറ്റ് നമ്മൾ കൊടുക്കുക. ടിക്കറ്റ് കൊടുത്ത ശേഷം അകത്തോട്ട് കയറുക. ഇവിടെ കുഞ്ഞ സിംഹക്കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവനാണ് ഇവിടുത്തെ രാജാവേ. ഇവന് വലിയ പ്രായമൊന്നുമില്ല, പക്ഷേ ഇവൻ്റെ കൂടെ നിന്നാണ് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. നമ്മളെ വിളിക്കുന്നുണ്ടേ, ഇത് കുസൃതിയാണ്. അപ്പം നമ്മൾ നേരത്തെ പുലിയുടെ കൂടത്ത് ഈ ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. അപ്പോൾ അതിന് ട്രെയിനറുണ്ട്, പുള്ളി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മളിതിൻ്റെ പുറകിലാണ് നിൽക്കേണ്ടത്. പുറകിൽ നിന്ന് നമ്മൾ പതുക്കെ അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല. അവരാണെന്ന് വിചാരിച്ചാണ് പുലി ഈ സിംഹം നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മുടെ അഞ്ചുത്തൂട്ടൻ അങ്ങനെ പോയിട്ടുണ്ടേ. അഞ്ചുത്തൂട്ടന് ചെറിയൊരു പേടിയുണ്ട്. അതുകൊണ്ട് അയാൾ കൈ പിടിപ്പിച്ച് പുലിയെ തുടിയുന്നുണ്ട്. എനിക്ക് തോന്നാൻ പേടിക്കണ്ട, ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്തു, കുഴപ്പമില്ല. നിൻ്റെ ഇറച്ചിക്ക് സീറ്റാണെങ്കിൽ പ്രശ്നമാണ്. നല്ലൊരു പോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല 2 ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അടിപൊളി. അത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ കിട്ടുന്നത് അത് കേട്ടോ. വായിക്കോട്ട ഇട്ടതാണ്, പക്ഷേ അതിനകത്തൊരു വന്യത നമുക്ക് ഫീൽ ചെയ്യും. തിരിഞ്ഞ് നോക്കുന്നുണ്ടാവും കേട്ടോ, ആരാണെന്നുള്ളതാണേ. കണ്ടോ, അവരിനി തല തിരിക്കും. ഇതാണ് അവരുടെ ടെക്നിക്ക് കേട്ടോ. പക്ഷെ ഇത് വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. കാരണം കാട്ടിലെ രാജാവിൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം. എല്ലാവരും തായ്ലൻഡിൽ പോവുക, അതാണ് ഞാൻ പറയുന്നത്. തായ്ലൻഡിൽ പോവുക, സിംഹത്തിൻ്റെ പുലിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചിലവ് കുറച്ച് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുതരാം. നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. നേരെ പുലിക്കൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് ഇവിടെ കിടന്ന്. പിന്നെ അവിടെ നമ്മുടെ റൂച്ചായൻ പുലിക്കൂട്ടിലേക്ക് പോയിട്ടുണ്ട്. അവിടെ പുലിയാശന്മാരുണ്ട്. റൂച്ചായൻ പുലി മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ കാത്ത് ഇതേണ്ട ഒരു പുലിയാശാൻ ഇവിടെ കിടപ്പുണ്ടേ. കയറി വാടാ മക്കളെ എന്നാണ് പറയുന്നത്. വിശന്ന് കിടക്കുമെന്ന് തോന്നുന്നു. അപ്പം അടുത്ത ആൾ അതാ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഇവന്മാരുടെ അടുത്തോട്ടാണ് കയറേണ്ട കേട്ടോ. 2 അവന്മാരുണ്ട്. ഇപ്പം പുലിമുരുകനകത്തൊക്കെ അഭിനയിച്ചതാണ്. ഇവനെ വെച്ചാണ് നമ്മൾ ആ സീൻ, ഡയറക്ടറിൻ്റെ ആ സീനൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പം നേരെ നമുക്ക് അകത്തോട്ട് കയറാം കേട്ടോ.
പുലിക്കൂട്ടിലേക്ക്. ഓക്കെ. എന്നെ ശല്യം തുടങ്ങി. അതെ, പുറകിലൊരു സാധനം കൂടെ ഉണ്ട്. അതല്ല, അതിൻ്റെയൊക്കെ ഇടയ്ക്ക്. പുലി നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അല്ലേ? കടുവ. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മളെ നേരെ ഇവന്റെ അടുത്തോട്ട് വിടുവാണ്. ഇവൻ ഓപ്പൺ ആണ്. ദൈവമേ, ഈ പുലി ഇവൻ നമ്മുടെ സ്വന്തം ഷൈജേട്ടൻ കടുവയുടെ കൂടെ കിടക്കുന്ന ദൃശ്യം, ഇരിക്കുന്ന ദൃശ്യം. കോട്ടയത്തിൻ്റെ കടുവ ഷൈജു എന്നറിയപ്പെടുന്ന ഷൈജു കോട്ടയം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പുലി കുഞ്ഞുങ്ങളെ കാണാം കേട്ടോ. ചെറിയ പുലിക്കുട്ടികളെ കാണാം. അവരെ ചെറിയ ഗേജിനകത്തിട്ടിരിക്കുകയാണ്. നമുക്കത് അവർക്ക് പാല് കൊടുക്കാനുള്ള ഫീഡ് ചെയ്യിക്കാം. അവർ നമുക്ക് മിൽക്ക് ബോട്ടിൽ തരും. നമുക്കതിനുള്ള അവസരമുണ്ട്. തീരെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. 1 മാസം 2 മാസം പ്രായമുള്ള പുലിക്കുട്ടികളാണ്. അവനതിനെ തുറന്നു വിടുന്നുണ്ട്, ചാടി വരുന്നുണ്ട്. അവനറിയാം അവനെ ഫീഡ് ചെയ്യാനെന്നറിയാം. നല്ല രസമുള്ള കാഴ്ചയാണ് കേട്ടോ. കാരണം നമുക്കിതിനെ കൊണ്ടുവന്ന് വളർത്തിയാൽ കൊള്ളാൻ തോന്നും. കാരണം പക്ഷേ പുലിക്കുട്ടിയാന്നുള്ള ഓർമ്മ നമുക്ക് വരില്ല. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടിക്കുട്ടിയുടെ ഉള്ളൊരിതേ ഉള്ളൂ. ഇവിടെ ലയണിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കണ്ടില്ല, അത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് നോക്കി ടോയ്സ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുക്കി വെക്കുന്നവർ പാർക്കിലൊക്കെ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടേ. 2 ലയണിൻ്റെ കുട്ടികളാണ് കിടക്കുന്നത്. തീരെ ചെറിയ കുട്ടികളാണ് കേട്ടോ. അവർ വളരെ കെയറായിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. വളരെ വൃത്തിയായിട്ടുമാണ് സൂക്ഷിക്കുന്നത് കേട്ടോ. നമ്മുടെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറ്റുന്നത്. അല്ല, കുഞ്ഞുങ്ങളെ എടുക്കുന്ന ഒരു ലാഘവത്തോടെയാണ് അവർ ആ സ്ത്രീ അതിനെ എടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് പതുക്കെ നടന്നിട്ട് നമുക്ക് നേരെ ഇനിയിപ്പം ഒരു ക്രൊക്കോഡൈലിൻ്റെ ഷോ ഉണ്ട്. 9:30 അതിൻ്റെ ഷോ തുടങ്ങാറായിട്ടുണ്ട്. അത് ക്രൊക്കോഡൈലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. സാഹസികമായ ഷോയാണ്. ഇത് കണ്ടില്ലേ, അതിനുവേണ്ടി ഷോയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ് അമ്മമാരെ. കരക്ക് കയറി കിടക്കുന്നവരെയൊക്കെ പുള്ളിക്കാരൻ തള്ളി വെള്ളത്തിലേക്ക് ഇടാൻ ശ്രമിക്കുകയാണേ. അവരിങ്ങനെ വായൊക്കെ പൊളിച്ച് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഷോ ആരംഭിക്കുകയാണ്. നേരത്തെയൊക്കെ ഈ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആൾക്കാരുടെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ശ്രീരാജ സൂ ഇടയ്ക്ക് അടച്ചിട്ടത് കൊണ്ട് ആൾക്കാർക്ക് ഈ അടുത്താണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ആൾക്കാർക്ക് അറിയില്ല ഈ ശ്രീരാജ സൂ ഇങ്ങനെ ഇവിടെ ഓപ്പൺ എന്നുള്ള കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഈ സീറ്റുകളെല്ലാം ഫുള്ളായിരുന്നു. പിന്നെ ഇപ്പോൾ ആൾക്കാർ കയറി വരുന്നുണ്ട്. എങ്കിലും പണ്ടത്തെ ഒരു ജനബാഹുല്യമൊന്നും കാണുന്നില്ല. റിയലായിട്ടുള്ള മുതലയുടെ തോലാണ്. രണ്ടും മുതലയുടെ തോലിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രൊക്കഡൈലിൻ്റെ അനാട്ടമി കാണിക്കുന്ന ഒരു പടമൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ചുള്ളൊരു ഛേദം ഇവിടെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. നമുക്കവിടെ നിന്നെല്ലാം പഠിക്കാനുള്ള കാര്യം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, തേള് ദേഹത്ത് വെച്ചുകൊണ്ട് ലീഡി നിൽക്കുന്നത്. ജീവനുള്ള തേളുകളാണ് മൊത്തം കേട്ടോ. നമ്മുടെ ദേഹത്ത് അതുപോലെ വെച്ച് തരും. നമുക്കതിന് സാഹസത്തിന് മുതിരാൻ പറ്റുകയില്ല. കാരണം എല്ലാം വിഷമുള്ള തേളുകളാണ്. പിന്നെ ഇവിടെ കുറേ പുലിക്കുട്ടന്മാരെ പിന്നെ വീട് ഇങ്ങനെ കൂടുകളിലിട്ടിരിക്കുന്ന കാണാമേ. ഇവിടെ നമുക്ക് ഫീഡ് ചെയ്യാം. അവർക്ക് നമുക്ക് ഒരു 200 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇറച്ചി തരും ഒരു പാത്രത്തിൽ. നമുക്കിങ്ങനെ ഒരു കമ്പയിൽ കുത്തിയിട്ട് ഈ ഹോളിനകത്തൂടെ ഫീഡ് ഹെയർ ഈ ഹോളിനകത്തൂടെ അങ്ങോട്ട് കമ്പി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫീല് കിട്ടും. ഇവർ ഈ ഒരു പുലിക്ക് നമ്മൾ തീറ്റ കൊടുക്കുക എന്ന് പറയത്തില്ലേ, പുലി നല്ല വന്ന് പൊങ്ങി വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഇറച്ചി മേടിച്ച് കഴിച്ചിട്ട് പോകും. ഇതെല്ലാം അവരുടെ ഒരു സൂപ്പർവിഷനിലാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അവരുടെ ഒരു നിയന്ത്രണത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി ഷോ ഉണ്ട്, ടൈഗർ ഷോയാണ്.
വിദേശ ഇനം ആടുകളെ കാണാം. ആട് ഫാം, ഒരുപാട് ആടുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ നടന്ന് ഇനിയിപ്പോൾ പതുക്കെ ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ ഒന്ന് കുടിച്ച്, ഇവിടുത്തെ കരിക്ക് നല്ല ടേസ്റ്റുള്ള കരിക്കാണ്. ഇത് കണ്ടില്ലേ, 80 ബാത്ത് നല്ല തണുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 80 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു 200 രൂപ. അത് കുടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് വിടുകയാണ്. റൂമിലെത്തിക്കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരു തായ് നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തായിലെ സ്ട്രീറ്റ് ഫുഡ് ആസ്വദിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിലുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.